എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് വെച്ചിട്ട് ഒരു കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്കിത് റോസ്റ്റായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങൾക്കിത് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് തലേ ദിവസം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിൽ കുറച്ച് ഉപ്പും ഒരു 2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് 4 വിസലിന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കുക, അല്ലെങ്കിൽ തലേ ദിവസം ഇത് കുതിർക്കാനായിട്ട് വെച്ചേക്കുക. അപ്പോൾ അത് കുക്ക് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് റോസ്റ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി, വല്ലാതെ അങ്ങോട്ട് വഴന്നു പോകണ്ട. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വഴറ്റിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഗ്രീൻ ക്യാപ്സിക്കം ഞാൻ ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാപ്സിക്കം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഗ്രീൻ പീസ് റോസ്റ്റിന് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വല്ലാതെ ഒന്ന് വഴന്ന് പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്താൽ മതി നിങ്ങൾ. എന്നതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ കൂടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് പൊടികളൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിൻ്റെ വെള്ളം ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം വല്ലാതെ അങ്ങോട്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ചെറുതായിട്ട് റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഏകദേശം വെള്ളം വറ്റി വരാൻ തുടങ്ങുന്നുണ്ട്. നമ്മളിത് ചെറിയൊരു ലൂസിൽ ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലേ നന്നായിട്ടിത് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അവസാനം ഈ പൊടികൾ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ റോസ്റ്റിന്. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പക്ഷേ അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ തവി വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും. അപ്പോൾ ഈ ഗ്രീൻ പീസൊക്കെ ഉടഞ്ഞ് ചെറുതായിട്ടൊന്ന് ചേരുമ്പോൾ നല്ലൊരു തിക്നെസ് ആയിരിക്കും. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രീൻ പീസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്